പ്രിയപ്പെട്ട നാട്ടുകാരെ, മുതാലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്തിന് എന്ന വിഷയത്തെ കുറിച്ചാണ്. ലോകത്തിൽ ഇതുവരെ വന്നുപോയിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ ലോകത്തിന്റെ വിവിധ കോണുകളിലെല്ലാമായി പ്രചരിപ്പിച്ചിരുന്ന മതം ഇസ്ലാം ഒന്ന് മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അസ്ലം അനുസരിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ അസ്ലം തുൽ റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവിനെ കീഴ്പ്പെട്ടു എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെ പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. വല്ലവനും ഇസ്ലാം അല്ലാത്ത മതത്തെ മതമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവർത്തനം നിഷ്ഫലമായി തീരുന്നതാണ്. അതായത് കാഫിറിന്റെ ജീവിതം തുലഞ്ഞു എന്ന തത്വം. ഒരാൾ നല്ല വിശ്വാസമുണ്ടായാൽ മാത്രം പൂർണ്ണ മുസ്ലിം ആവുകയില്ല. അതിനായി ഈമാൻ കാര്യങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുകയും ഇസ്ലാം കാര്യങ്ങളിൽ അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അതിൽ വിശദീകരിക്കുന്നു: ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഇഖാമുസ് സ്വലാത്തി വഇതാഉ സകാത്തി വഹജ്ജൻ വസൗമു റമളാൻ. ഇസ്ലാം കാര്യം 5 കാര്യത്തിന്റെ മേൽ എടുക്കപ്പെട്ടു. ഒന്നാമത്തത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലുമാണെന്നും അടിമയാണെന്നുള്ള സാക്ഷ്യം വഹിക്കലും, നിസ്കാരം നിലനിർത്തലും, ഇഖാമത്ത് സകാത്ത് കൊടുക്കലും, പിന്നെ കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യലും റമളാൻ മാസം നോമ്പെടുക്കലുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.